അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരെ. വല്ല കാര്യമുണ്ടോ അങ്ങനെ പറയാൻ? ഞാൻ നടക്കാൻ പോകുന്ന കാര്യമില്ലേ? അങ്ങനെ എന്തിനാ പറയാൻ? പിന്നെ മോശമായി പോയില്ലേ? ഒരു മോശമില്ല. എന്തായാലും അയക്കത് വിഷമമായി. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് 10 വട്ടം ചിന്തിക്കണം. അബദ്ധത്തിൽ പറഞ്ഞതാ കുട്ടിച്ചേട്ടാ. എങ്ങനെയുണ്ട് എന്റെ വീട്ടിലെ കിച്ചൺ? ഓ സോറി, നമ്മുടെ വീട്ടിലെ കിച്ചൺ. ഒരു വീട്ടമ്മയുടെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അടുക്കളയാണല്ലോ. കൊള്ളാം, നല്ല അടുക്കും ചിട്ടയും ഉണ്ട്. അടുക്കള എപ്പോഴും വൃത്തിയായിരിക്കണമെന്ന് ലത ആന്റിക്ക് നിർബന്ധമാണ്. ഞാൻ ചായ ഇടട്ടെ? ഒരു മിനിറ്റേ. ഓ, ചന്ദനത്തിരി എടുക്കാൻ പോയതാണല്ലേ? ഇന്നും രാവിലെ പാചകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു തിരി കൊളുത്തുന്ന പതിവുണ്ട്. ഇവിടെ ആദ്യമായിട്ടൊരു ചായ ഇടാൻ തുടങ്ങല്ലേ. ഞാൻ സംശയം പറഞ്ഞായിരുന്നു. കല്യാണത്തിന്റെ ബഹളത്തിനിടയിൽ ഞങ്ങൾ വിളിച്ചാൽ നിഖില് വരുവോന്ന്. പക്ഷെ ദേവി പറഞ്ഞു ഒരൊറ്റ ഫോൺ കോളിന് മോൻ നമ്മളെ കാണാൻ ഇവിടെ എത്തുമെന്ന്. ഇവളുടെ വാക്ക് ശരിയായി. അതാണ് സ്നേഹം. മോനറിയാം ശത്രു ആരാണ് മിത്രം ആരാണെന്നൊക്കെ. ആട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് മീരയും ഭർത്താവും എങ്ങനെ ഇരിക്കുന്നു? അവരങ്ങോട്ടും ഇങ്ങോട്ടും പുറംതിരിഞ്ഞിരിക്കുന്നു. ശോ, എന്റെ മനുഷ്യ, കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചത് നടന്നില്ല, ആഗ്രഹിക്കാത്തത് നടക്കുകയും ചെയ്തു. അതായത് മനസ്സിൽ കണ്ടത് വടികുത്തി പിരിഞ്ഞു. ഇനി അധികം വൈകാതെ ഒരു വിശേഷം കൂടി ഉണ്ടാവും. മീര പ്രഗ്നന്റ് ആവും. ദേവി? ഓ, എന്നെയല്ല, സകല ദേവീ ദേവന്മാരെയും വിളിക്കും. നിഖിലേ, മീരയും രാജയും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഭയപ്പെടുന്നതെന്തോ അത് നടക്കും. മീരയുടെ കുഞ്ഞ് എല്ലാ സ്വത്തിന്റെയും അവകാശിയാവും. മീരയ്ക്ക് കുട്ടികളുണ്ടാവും എന്നുള്ളത് നിന്റെ ഒരു കണക്കുകൂട്ടൽ മാത്രമല്ലേ ദേവി? ഉണ്ടായില്ലല്ലോ. എന്റെ കണക്കുകൂട്ടൽ പിഴക്കില്ല. അപ്പോ അരവിന്ദ് രാജയുടെ കുട്ടി സ്വത്ത് തട്ടിയെടുക്കുന്നാണോ? അതിൽ സംശയം എന്താണ്? പക്ഷേ അത് തടയണമെങ്കിലേ. എങ്ങനെ തടയണമെന്നാ കുഞ്ഞമ്മേ?
നീല ഗർഭിണിയാവുന്നതുവരെ മീര ഗർഭിണിയാവാൻ പാടില്ല. അതെങ്ങനെ നടക്കും ദേവി? അത് നടക്കണമെങ്കിൽ മറ്റൊരു കാര്യം നടക്കരുത്. മീരയുടെയും രാജയുടെയും ആദ്യ രാത്രി അത് നടക്കരുത്. തടയണം. എങ്ങനെ? അതെ, എങ്ങനെ? ഇടി അവരൊന്നിച്ചൊരിടത്ത് താമസിച്ചു വരികയല്ലേ? അവരുടെ ആദ്യ രാത്രി മുടക്കാനുള്ള തന്ത്രമൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനത് നിഖിലിന് പറഞ്ഞുതരാം. ആദ്യ രാത്രി മാത്രമല്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും എന്ന് വേണ്ട എല്ലാ രാത്രികളും മുടക്കണം. ഓരോ രാത്രിയിലും ഓരോ പൊടിക്കൈകൾ. അപ്പോ ഇന്നോ ദേവി? ഇനി പൊടിക്കൈ പ്രയോഗിക്കാൻ എവിടെയാ സമയം? ഇന്നത്തെ രാത്രി കുഴപ്പമുള്ളതല്ല. കഥ പറഞ്ഞും പാട്ടുപാടിയും അവർ നേരം വെളുപ്പിക്കും. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. നാളെ എങ്ങനെയും രണ്ടിനെയും ഫ്ളാറ്റിലെത്തിക്കാൻ നോക്കണം. നോക്കിയാ പോരാ, ഫ്ളാറ്റിലെത്തിക്കണം. എന്നിട്ട് നമ്മുടെ പ്രയോഗങ്ങളൊക്കെ തുടങ്ങണം. നിഖിൽ മനസ്സറിഞ്ഞ് നിൽക്കണം. മോനാണ് ഇതിന്റെ എല്ലാം ഗുണം കിട്ടാൻ പോകുന്നത്. എന്നാ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. വിളക്ക് കരിന്തിരി കത്തൊന്നും ആരും കണ്ടില്ലേ? മീരേ, എന്തെടുക്കും അവിടെ? മീരേ, മീര ഇവിടെ ഇല്ലല്ലോ. ഓർത്തില്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്നുള്ളത് ശരിയാ. മീരയില്ലാത്തതുകൊണ്ട് വീടിനകത്ത് ആകെ ഒരു ശൂന്യത. ഉണ്ണേട്ടാ, ആ സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണോ? മീര പോയ ശേഷം ഉണ്ണിയേട്ടൻ വിളിച്ചോ? മീര ഇങ്ങോട്ട് വിളിച്ചിരുന്നു. മീരയില്ലാത്തതിന്റെ വിഷമം ഈ മുഖത്ത് അറിയാനുണ്ട്. വിഷമം എന്താ? വിവാഹം കഴിയുമ്പോ മീര മറ്റൊരിടത്തേക്ക് പോകുമെന്ന് നേരത്തെ അറിയാവുന്നല്ലേ? എന്നാലും പോയി കഴിയുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവും. ശരിയാണ്. പെട്ടെന്ന് ആരുമില്ലാതായി പോയി എന്നൊരു തോന്നൽ. സാരമില്ല ഉണ്ണിയേട്ടാ, ഒക്കെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളല്ലേ. ഞാൻ അനുഭവിക്കുന്ന വിഷമം ആർക്കും അറിയില്ല. എന്നും ഒറ്റയ്ക്ക് ആഹാരം ഉണ്ടാക്കിയ കഴിക്കാൻ തോന്നില്ല. ജോയിച്ചനെ കർത്താവങ്ങ് സ്വർഗത്തിലേക്ക് വിളിച്ചപ്പോ മക്കളുണ്ടായിരുന്നു എനിക്ക് കൂട്ടിന്. പിന്നെ അവര് എനിക്ക് വലിയ ഫ്ളാറ്റ് വാങ്ങിച്ചു തന്നിട്ട് അമേരിക്കയിലേക്ക് പോയി. ഞാൻ തനിച്ചുമായി. ഒറ്റപ്പെടലിന്റെ സങ്കടം ആരെയും അറിയിക്കാതിരിക്കാന് ഞാനിങ്ങനെ വർത്താനവും പറഞ്ഞ് നടക്കുന്നേ. എന്നാ ശരി. ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായ. മീരേ, നമ ശിവായ. ഈ വിളക്കൊന്ന് കത്തിക്ക്. അച്ഛാ, അതെ, വെള്ളം ചൂടാക്കണമെങ്കിൽ പറഞ്ഞാ പോരെ.
ഞാനല്ലേ ഇവിടെ ഉള്ളത്. പുത്തൻ പെണ്ണ് ഇന്ന് അടുക്കള കയറി ഒരു ജോലിയും ചെയ്യണ്ട. ഇതൊരു ജോലിയാണോ ആന്റി? ഫ്ലാറ്റിൽ നിന്ന് എല്ലാരും വിളിച്ചായിരുന്നോ? ആ, നീല കുറച്ചു മുമ്പും വിളിച്ചു. മീര അവിടെ ഇല്ലാത്തതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ണിത്താൻ ചേട്ടനായിരിക്കും. ആ ചേട്ടന്റെ കണ്ണും കയ്യും ഒക്കെ മീരയായിരുന്നല്ലോ. ഇനി അതെല്ലാം നീളം നോക്കിക്കോളൂ. ഉണ്ണിത്താൻ ചേട്ടന് മീര മരുമോളല്ലാത്തതുപോലെ നീള മീരയ്ക്കും മരുമോളല്ല, മറിച്ച് മോളാ. ആഹാരമായാലും മരുന്നായാലും സമയത്തിന് ഓർമ്മിപ്പിക്കണം. എങ്കിലേ അച്ഛൻ കഴിക്കൂ. അതാ ശീലം. അതിനല്ലേ മോളെ ഫോൺ. ആഹാരത്തിന്റെ മരുന്നിന്റെ ഒക്കെ സമയം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉണ്ണിത്താൻ ചേട്ടനെ മീര വിളിക്കണം. 2 ദിവസം കഴിയുമ്പോ ചേട്ടൻ ഇങ്ങോട്ട് പറയും, വിളിക്കണ്ട, ഞാനെല്ലാം തനിയെ എടുത്ത് കഴിച്ചോളാന്ന്. അതൊന്നും വേണ്ട ആന്റി. അച്ഛനെ എത്ര തവണ വേണമെങ്കിലും വിളിച്ചോളാം ഞാൻ. അച്ഛനാണെങ്കിലും എന്റെ ഫോൺ വിളിക്കായിട്ട് കാത്തിരിക്കും. എനിക്ക് മനസ്സിലായി മോളെ. മനസ്സുകൊണ്ട് അത്രയും സ്നേഹിച്ചവരെ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. പിന്നെ ദിവസങ്ങൾ കഴിയും തോറും കുറേശ്ശെയായി ആ വിഷമം കുറഞ്ഞു വരും. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് രണ്ടുപേരും കൂടി ഇന്നങ്ങോട്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഓരോരോ ആചാരങ്ങൾ മനുഷ്യനവരെ ടെൻഷൻ അടിച്ചിട്ട്. നിഖിലിന് രാത്രിയിൽ എന്താ കഴിക്കാൻ? ചപ്പാത്തി മതിയല്ലോ. എനിക്കൊന്നും വേണ്ട. അതെന്താ അത്താഴം വേണ്ടാത്ത? ഓരോന്നോർത്ത് BP കൂടി ഇരിക്കുമ്പോഴാ അത്താഴം. BP കൂടാൻ ഇപ്പൊ എന്തുണ്ടായി? ഓഫീസിൽ നിന്ന് വല്ല കോളും വന്നോ? എനിക്ക് അരവിന്ദ് സാറിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്തുള്ള പ്രഷറാ. അതെന്തിനാ? അത് പ്രഷർ എന്ന് വെച്ചാ അമ്മ മറ്റൊരു വീട്ടിൽ ഇതുവരെ പോയി നിന്നിട്ടില്ല, പ്രത്യേകിച്ച് രാത്രി. അത് ശരിയാവില്ല. നിനക്കെന്താ ഒരു ചിരി? നീ പറഞ്ഞതേ ആരെങ്കിലും കേട്ടാലേ കളിയാക്കി ചിരിക്കും. എടാ, കല്യാണം കഴിഞ്ഞാലേ അമ്മ പിന്നെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോണ്ടേ? നീ അത് ഇപ്പോഴാണോ ഓർക്കുന്നത്? ഞാൻ അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? എന്തന്വേഷിക്കാൻ? അമ്മ അവിടെ ഉണ്ടോന്നോ? ഇവളോട് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാം? എടാ, നിനക്കറിയോ, അമ്മയെ എനിക്കും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും വിഷമം ഉണ്ടാവും മുത്തശ്ശന്. ശ്രദ്ധിച്ചോന്നറിയില്ല, വൈകുന്നേരം മുതൽ മുത്തശ്ശന് ആകെ ഒരു മൗനമാ. ഇതിനോടകം എത്ര തവണ ഓരോ ആവശ്യത്തിനും മീരയെന്ന് വിളിക്കേണ്ടതാ. ഇന്ന് സൈലന്റാ. എങ്കിലേ നമുക്ക് നാളെ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അതിനിപ്പോ അമ്മ തനിച്ചല്ലല്ലോ. നമ്മുടെ അമ്മ മാത്രമല്ല മീരാമ്മ, ഇപ്പൊ മറ്റൊരാളിന്റെ ഭാര്യയും കൂടിയാ. അരവിന്ദ് സാറൂടി വേണമെങ്കിൽ ഇങ്ങോട്ട് പോരട്ടെ. എന്തൊക്കെ വിട്ടിത്തരങ്ങളാ നീ പറയുന്നത്? അരവിന്ദ് സാറും കൂടി ഇങ്ങോട്ട് വരട്ടെന്നോ? നിനക്കറിയില്ല എന്റെ ടെൻഷൻ. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് വിവാഹമാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഓർത്ത ശരിയാണ്. അതുവരെ തന്റേത് മാത്രമായിരുന്ന ജീവിതം വിവാഹത്തോടെ മറ്റൊരാളുമായി പങ്കുവെക്കുകയാണ്. ഒരൊറ്റ വര
ഇരട്ടവരെ ആകുന്നത് പോലെ. നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. രണ്ട് വഴികളിലൂടെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതെ, എനിക്ക് ഭാര്യയും മകളും, മീരയ്ക്ക് ഭർത്താവും മകനും. ഒരു വ്യത്യാസമുണ്ട്. മീര ആ ജീവിതത്തിൽ സംതൃപ്തയായിരുന്നു. എന്റെ ദാമ്പത്യം പൊരുത്തക്കേടുകൾ നിറഞ്ഞത്. കലഹത്തിന്റെ ഒരു കൂടായിരുന്നു ഞങ്ങളുടെ വീട്. അതേസമയം പരസ്പരം സ്നേഹിച്ച് മതിയാവാതെയാണ് നിഖിലിന്റെ അച്ഛൻ മീരെ വിട്ടുപോയത്. വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഒരിക്കൽ കഴുത്തിൽ നിന്ന് ഊരിമാറ്റിയ താലി, മായ്ച്ചു കളഞ്ഞ നെറുകയിലെ സിന്ദൂരം, വീണ്ടും താലി അണിയുന്നതും സിന്ദൂരം തൊടുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ എന്നോട് തന്നെ പലവട്ടം ചോദിച്ചു. എന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അതിനൊരുത്തരം കിട്ടിയില്ല. പക്ഷെ അച്ഛനും നിളയും പിന്നെ നിഖിലും ഉത്തരം തന്നു. എനിക്കൊരു കൂട്ടിന് വേണ്ടിയാണെന്ന്. മീരയുടെ മനസ്സിൽ നിന്ന് കൃത്യമായ ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞു. അതിനർത്ഥം ആ മനസ്സ് ഇപ്പോഴും പൂർണ്ണമായി സമ്മതിച്ചിട്ടില്ലെന്നാണോ? അതെനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, എനിക്കെന്റെ കഴിഞ്ഞ കാലങ്ങളെ പൂർണ്ണമായും മറക്കാനാവില്ല. ഞാനീ പറഞ്ഞത് കേട്ടിട്ട് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യം ഇല്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലേ. ഇതുവരെ ഉണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ അളവ് കൂടിയിട്ടേ ഉള്ളൂ. സ്വസ്ഥമായിരുന്ന മീരയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ കണ്ണുകൾ ഇനി ഒരിക്കലും നിറയാൻ ഞാൻ കാരണമാവരുത്. ഇങ്ങനെയൊരു ബന്ധം വേണ്ടായിരുന്നുവെന്ന് മീരയ്ക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ പരാജയമാണ്. ഞാൻ ഒരു പരാതിയും പറയൂന്ന് വിചാരിക്കണ്ട. പരിമിതികളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. സ്വന്തം കുറവുകൾ നന്നായിട്ടറിയാം. പിന്നെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് പ്രയാഗയോട് പറഞ്ഞതുപോലെ ഈ ആളിനെ എനിക്ക് നല്ല വിശ്വാസം. അത് മതി എനിക്ക്. എന്നിൽ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് മീരയ്ക്ക്. ഒപ്പം സ്വാതന്ത്ര്യവും. പിന്നെ കഴിഞ്ഞ കാലം, അതിനു മുന്നിലേക്ക് നമുക്കൊരു കർട്ടൻ ഇടാം. അദൃശ്യമായ ഒരു തിരശ്ശീല. എപ്പോ വേണമെങ്കിലും ആ കർട്ടൻ മാറ്റി കടന്നുപോയ ഇന്നലകളെ കാണാം. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഇന്നിലൂടെയായിരിക്കും. കൈ കോർത്തു പിടിച്ചാവാം മുന്നോട്ടുള്ള നമ്മുടെ യാത്ര.